സിനിമ ഇറങ്ങുമ്പോൾ അത് ബോളിവുഡിലായാലും മോളിവുഡിലായാലും ഏത് ഭാഷയിലായാലും പ്രൊമോഷൻ ഇപ്പം മസ്റ്റാണ്. കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് അത്രയധികം ആഘോഷത്തോടെയാണ്. പ്രത്യേകിച്ച് ബോളിവുഡിലെ താരപുത്രന്മാരുടെയോ പുത്രിമാരുടെയോ സിനിമ അരങ്ങേറ്റമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ ബോളിവുഡിലെ താരങ്ങളിൽ പ്രധാനിയായ ആമിർ ഖാന്റെ മകന്റെ സിനിമ അരങ്ങേറ്റവും ആ സിനിമയും അധികമാരും അറിഞ്ഞില്ല. ടീസറോ പ്രൊമോഷനുകളോ ഒന്നുമില്ലാതെ ഈ ചിത്രം എത്തുന്നതിൽ ഒരു രാഷ്ട്രീയ അജണ്ടയില്ലെന്നാണ് പലരുടെയും സംശയം. അതിന് ആക്കം കൂട്ടുകയാണ് ചിത്രത്തിനെതിരെയുള്ള കോടതിയുടെ സ്റ്റേ. ഒരു സിനിമ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ആ സിനിമ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. പോരാത്തതിന് ഗ്ലിംസ്, പ്രീ ടീസർ, ഫസ്റ്റ് ട്രെയിലർ, സെക്കൻഡ് ട്രെയിലർ തുടങ്ങി സിനിമ ഇറങ്ങുന്നതിന് മുൻപും ശേഷവുമായി നിരവധി വിവരങ്ങൾ ഇപ്പോൾ വരാറുണ്ട്. എന്നാൽ ആമിർ ഖാന്റെ മകൻ ജുനൈദ് ഖാന്റെ കന്നി ചിത്രം മഹാരാജിന്റേതായി ആകെ പുറത്തിറങ്ങിയത് സഹതാരമായ ജയ്ദീപ് അഹ്ലവത്തിനൊപ്പം ജുനൈദ് നിൽക്കുന്ന ഒരു പോസ്റ്റർ മാത്രമായിരുന്നു. എന്തുകൊണ്ടാണിത് വലിയ ആളും ആരവങ്ങളുമില്ലാതെ പുറത്തിറങ്ങിയതെന്നും രാഷ്ട്രീയപരമായ അജണ്ടകൾ പിന്നിലുണ്ടോ എന്ന ചർച്ചകളിലുമാണ് പ്രേക്ഷകർ ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ചിത്രത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ബോയ്ക്കോട്ട് ചെയ്യണമെന്നും സിനിമ ബാൻ ചെയ്യണമെന്നുള്ള ഹാഷ്ടാഗുകൾ ട്വിറ്ററിലടക്കം ഒരു ദിവസം കൊണ്ട് ട്രെൻഡിംഗ് ആയി. കാരണം മറ്റൊന്നുമല്ല, ചിത്രം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നതാണ് മുന്നോട്ട് വെക്കുന്ന കാരണം. 1862 നടന്ന മഹാരാജ് ലൈബൽ കേസ് ആധാരമാക്കിയാണ് ഈ സിനിമ ഒരുങ്ങിയത്. അന്നത്തെ വൈഷ്ണവ വിഭാഗത്തിലെ ഉന്നതനായ നേതാവും ആൾദൈവവുമായി കണക്കാക്കപ്പെട്ടിരുന്നയാൾക്കെതിരെ ഗുജറാത്ത് വീക്കിലിയായ സത്യപ്രകാശിൽ ഒരു ആർട്ടിക്കിൾ വന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണമായിരുന്നു അത്. സംഭവം വലിയ ചർച്ചയാവുകയും ഡീഫമേഷൻ കേസാവുകയും ചെയ്തു. എന്നാൽ അന്ന് ആ കേസ് കോടതി തള്ളിക്കളയുകയായിരുന്നു. വളരെ ആദരണീയനായ ഒരു ആൾദൈവത്തിന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനായി രംഗത്തിറങ്ങുന്ന ധൈര്യശാലിയായ പത്രപ്രവർത്തകന്റെ കഥ പറയുന്ന ഈ ചിത്രം ബഹിഷ്കരിക്കണമെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, പ്രത്യേകിച്ച് മതവികാരം വ്രണപ്പെടുമെന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ബോളിവുഡിലെ മറ്റ് താരപുത്രി പുത്രന്മാരെ പോലെ ജുനൈദിന്റെ ഫോട്ടോസോ ഇന്റർവ്യൂകളോ ഇതുവരെ അങ്ങനെ കാര്യമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും ഈ നിശബ്ദ റിലീസിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ടെന്നാണ് പലരുടെയും കണ്ടെത്തൽ. കാരണം ബോളിവുഡിൽ സ്വജന പക്ഷപാതത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു വിഭാഗം തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ സഞ്ജയ് ലീല ബൻശാലിയുടെ ഹീരാമണ്ടിക്കെതിരെയും അത്തരം വിമർശനങ്ങൾ വന്നു. ബൻശാലിയുടെ മരുമകൾ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയതായിരുന്നു കാരണം. ഇത് ബൻശാലിയുടെ പച്ചയായ നെപ്പോട്ടിസമാണെന്ന് പലരും വിമർശിച്ചു. കൂടാതെ ഇത്തരം വിവാദ വിഷയങ്ങൾ നിരവധി കൈകാര്യം ചെയ്യുകയും ചർച്ചയിൽ ഉൾപ്പെടുകയും ചെയ്യുന്ന നടനാണ് ആമിർ ഖാൻ. അതിനുദാഹരണമാണ് PK എന്ന ചിത്രം. അത്തരമൊരു സാഹചര്യത്തിൽ ഏതിനെതിരെയും വാളെടുക്കുന്ന തീവ്ര ഹിന്ദുത്വ സംഘങ്ങളുടെ ഭീഷണി ഭയന്നാണ് ചിത്രത്തിന്റെ നിശബ്ദ തുടക്കമെന്നും പറയുന്നുണ്ട്. അതിന്റെ തെളിവാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന താൽക്കാലിക സ്റ്റേ. സംഭവം നിശബ്ദമായി ഇത്രകാലം വെച്ചെങ്കിലും ഇറങ്ങിയ ഉടനെ തന്നെ സിനിമയ്ക്കെതിരെ തീവ്ര വിഭാഗങ്ങൾ ഇളകിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.